തങ്ങളുടെ സമരവേദിയിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് ക്ഷണിച്ചിട്ടാണെന്ന് ആശാ വർക്കർമാരുടെ സമര നേതൃത്വം വ്യക്തമാക്കി. സമരത്തെ പിന്തുണച്ച എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്നും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടുന്നുവെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാവരെയും ഞാൻ തന്നെയാണ് വിളിച്ചത്. അന്ന് ആരോപണ വിധേയനായിരുന്നില്ല. ഇന്ന് ആരോപണ വിധേയനാണോ എന്നതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ അമ്മമാർ എല്ലാ മക്കളെയും നേതാക്കളെയും സഹോദരങ്ങളെയും അഭിവാദ്യമർപ്പിച്ച് സ്വീകരിച്ചിട്ടുണ്ട്. 1000-ലധികം പേരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ രാഹുലുമുണ്ട്. അദ്ദേഹം ഇവിടെ വന്നു, ഞങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു, ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു, സമര നേതൃത്വം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കേണ്ട ബാധ്യത തനിക്കില്ല. താൻ ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച മുഴുവൻ പേരെയും വിളിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഒരു വിഷയത്തിലും സംസാരിക്കാൻ തയ്യാറല്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വ്യക്തിപരമായ ആരോപണങ്ങൾ സമരത്തിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്നും അതിൽ മറുപടി പറയേണ്ട സാഹചര്യമില്ലെന്നും സമര നേതൃത്വം ശക്തമായി അറിയിച്ചു. ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുമെന്നും മറ്റ് വിഷയങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സമരപ്രതിജ്ഞ റാലിയിലാണ് രാഹുൽ പങ്കെടുത്തത്. എന്നാൽ ഉദ്ഘാടകനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് മാങ്കൂട്ടത്തിൽ വേദി വിട്ടു. വി.ഡി. സതീശൻ എത്തും മുൻപ് മടങ്ങിയെങ്കിലും അല്പസമയത്തിന് ശേഷം രാഹുൽ വീണ്ടും വേദിയിലെത്തി. പോയിട്ടും തിരിച്ചു വന്നത് എന്താണെന്ന് എല്ലാവരും കരുതും. സമരത്തിൽ നിന്ന് ഇറക്കിവിട്ടതാണെന്ന് പറയുന്നു. എന്നാൽ തന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ലെന്ന് രാഹുൽ പറഞ്ഞു. ഇതെന്റെ അമ്മമാരുടെ സമരമാണ്, അമ്മമാർ ഇറക്കിവിടില്ല. ഈ സമരത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോകും? രാഹുൽ ചോദിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് ആശാവേദിയിൽ എത്താത്തത് രാഹുൽ ഉള്ളതുകൊണ്ടാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണെന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന വേദിയിലേക്ക് നീങ്ങുന്നുവെന്ന് സൂചന. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരത്തിന്റെ സമാപന സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളതിനാൽ ആദ്യം പങ്കെടുക്കാൻ വിസമ്മതിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ ശേഷം സമരപന്തലിൽ എത്തിയ വി.ഡി. സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ രാവിലെ 11 മണിക്കാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ ആശമാരുടെ സമര സമാപന സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരുന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. ഇതിനിടയ്ക്കാണ് 11 മണിക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സമരപന്തലിൽ എത്തിയതും ആശമാർക്ക് അഭിവാദ്യം നേർന്ന് സംസാരിച്ചതും.